A very good morning to one and all. Earnest Academy Signals and Systems എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് നിരഞ്ജൻ കേദേവ്. ഐ ആം ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഞാൻ ഒരു മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, സാധാരണ ഇപ്പോൾ ഒരു റീസെൻറ്റ് ട്രെൻഡ്, ഈവൻ ബിടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ട്രോളിങ് ടൂളായിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എടുക്കുന്നത്. കാരണം സം ഓഫ് ദ കോളേജസ് പ്രൊഡ്യൂസ് സം അൺഎംപ്ലോയിഡ് സ്റ്റുഡൻസ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ബിടെക്കിൻ്റെ വാല്യൂ കുറഞ്ഞു എന്ന് പറയുന്നു. ദാറ്റ്സ് വൺ തിങ്. മൊറോവർ ഇലക്ട്രോണിക്സ് പറയുമ്പോഴത്തേനും പറയും ഇലക്ട്രോണിക്സും ടഫാണ്, അതുകൊണ്ട് ഇലക്ട്രോണിക്സ് എടുക്കണ്ടെന്ന് പറയും. എഗെയിൻ കുറേ കോളേജസ് കുറേ അൺഎംപ്ലോയിഡ് സ്റ്റുഡൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഇലക്ട്രോണിക്സിൻ്റെ വാല്യൂവും കളഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ ഒന്ന് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആൻഡ് അനദർ വൺ ഇസ് DSP. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറേ വളരെ ചില കുട്ടികളിൽ നിന്ന് ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഷുവർ സപ്ലി പേപ്പർ എന്നാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. SS എന്നാണ് നമ്മൾ ടൈം ടേബിളിലൊക്കെ വെക്കുന്ന SS. പക്ഷേ ഷുവർ സപ്ലി പേപ്പർ. ഇപ്പം DSP എന്ന് വെച്ചാൽ ഡെഫിനിറ്റ് സപ്ലി പേപ്പർ. പക്ഷെ അത് തീർത്തും തെറ്റാണെന്നാണ് എൻ്റെ ഒരു വാദം. കാരണം ശരിക്കും 100% മാർക്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ 90% മാർക്കിന് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം DSP. പ്രൊവൈഡഡ് യു മസ്റ്റ് വർക്ക് ഹാർഡ് ആൻഡ് ട്രൈ ടു കൺസീവ് ദ കൺസെപ്റ്റ്സ് കൺസീവ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ, എസ്പെഷ്യലി ഇൻ ദി കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും കൂടുതൽ, ഫോർ എക്സാമ്പിൾ ഗേറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്യുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനാണ്. യു ക്യാൻ സ്കോർ 100% മാർക്സ്. ഓക്കെ, ഷാൽ വി മൂവ് ടു ദ സബ്ജക്ട്. ഈ ക്ലാസ്സിൽ ഞാനിപ്പോൾ ഒരു അറ്റ് എ ഗ്ലാൻസ് പറയുകയാണെങ്കിൽ എന്താണ് സിഗ്നൽ, വാട്ട് ഇസ് മീൻ ബൈ സിഗ്നൽ, ഹൗ ഇറ്റ് ഈസ് ബീങ് ക്ലാസിഫൈഡ്, ദെൻ എക്സാമ്പിൾസ്, അതേപോലെ തന്നെ സിസ്റ്റംസ്, the definition of systems, properties and classifications, examples. Signal. അപ്പോൾ നിങ്ങൾക്ക് could you define a signal? ഒരു സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്? അക്കോർഡിംഗ് ടു മൈ നോഷൻ ഞാനിങ്ങനെ ഡിഫൈൻ ചെയ്യും. എന്താണ്? സേ ഫങ്ഷൻ ഓഫ് വൺ ഓർ മോർ വേരിയബിൾസ് ദാറ്റ് കൺവേസ് ഇൻഫർമേഷൻ അബൌട്ട് സം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ പ്രോസസ്. സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും, ഒന്നോ രണ്ടോ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ഫിസിക്കൽ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഒരു പാർട്ടിന്. ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നൽസ് എന്ന് പറയുന്നത്. ഫോർ എ ഫംഗ്ഷൻ, ഹിയർ ദ ഡെഫിനിഷൻ ഇസ് ദർ, ഫോർ എ ഫംഗ്ഷൻ f in the expression f of t1, t2, tn, that each of this tk is called independent variable and other variable, the value of the function is known as the dependent variable. Just ഇവിടെ ഒരു വോൾട്ടേജ് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജ് സിഗ്നൽ കാണിച്ചിട്ടുള്ളതിൽ ഈ x ആക്സിസിൽ വരുന്നത് ടൈം, ഇറ്റ് ഈസ് കോൾഡ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ആൻഡ് ഇൻ ദ y ആക്സിസ് we have given the voltage which is called the dependent variable. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഒരു സിഗ്നൽ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേനും ആ സിഗ്നലിൻ്റെ അതൊരു ഫംഗ്ഷനായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ഉള്ള ആ സിഗ്നൽ, ആ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്ന വേരിയബിളിനെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. ആൻഡ് ദ അതർ വേരിയബിൾ is known as independent variable. So most of the cases, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ആ സിഗ്നലിൻ്റെയൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നോർമൽ കേസിൽ എന്തായിരിക്കും? ടൈം ആയിരിക്കും. നമ്മളോട് പറയല്ലോ ടൈം ആരെയും കാത്തു നിൽക്കില്ല, അല്ലേ? നേരെ മാർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ബട്ട് ദ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ സിഗ്നലിൽ ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഒരു AC ജനറേറ്ററിൽ എങ്ങനെയാണ് സിഗ്നൽ ഉണ്ടാവുന്നത്? അതിൻ്റെ ആ കോയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് എത്രയോ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഈ സിഗ്നലിൻ്റെ ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. Therefore the amplitude get varies. Therefore
while defining a signal നമുക്ക് രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന് എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് അനദർ വൺ ഈസ് ഡിപെൻഡന്റ് വേരിയബിൾ. ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വോൾട്ടേജ് സിഗ്നൽ, എ സിനുസോയ്ഡൽ സിഗ്നൽ, ഇറ്റ്സ് എ സൈൻ വേവ്, ആൻഡ് ഇൻ ദ എക്സ് ആക്സിസ് ഓർ in the independent variable is time and in the dependent variable is the voltage of the signal. Okay, then ഇനി നമുക്ക് സിഗ്നലിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദ സിഗ്നൽസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് പ്രോപ്പർട്ടീസ്? അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് വൺ ഡയമെൻഷണൽ സിഗ്നൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ സിഗ്നൽ. വൺ ഡയമെൻഷണൽ സിഗ്നൽ എന്ന് ചോദിച്ചാൽ എന്താണ്? വൺ ഡയമെൻഷൻ സിഗ്നൽ എന്ന് വെച്ചാൽ ഇഫ് ദ ഫങ്ഷൻ ഓഫ് ദ സിഗ്നൽ വേരീസ് അക്കോർഡിംഗ് ടു ഓൺലി വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ വൺ ഡയമെൻഷൻ സിഗ്നൽ. അതായത് ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡോ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഡിപെൻഡന്റ് വേരിയബിൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന് അനുസരിച്ചാണ് വേരി ചെയ്യുന്നെങ്കിൽ അതിന് നമ്മൾ ഇത് പറയും വൺ ഡയമെൻഷണൽ സിഗ്നൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രിക്കൽ സിഗ്നൽസ്, in the case of electrical signals the independent variable is time. ഇതേപോലെ തന്നെ ഇനി മൾട്ടി ഡയമെൻഷൻ സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഫംഗ്ഷൻ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതായത് കുറേ അധികം ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ അനുസരിച്ച് ഈ ഫംഗ്ഷന്റെ വാല്യൂ മാറുകയാണെങ്കിൽ ആ സിഗ്നലിനെ പറയും മൾട്ടി ഡയമെൻഷണൽ സിഗ്നൽസ്. ഇതിനും കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, different examples ഉണ്ട്. Image, then video, all these things are examples of multi-dimensional signals. ഈ മൾട്ടി ഡയമെൻഷണൽ സിഗ്നൽസിൽ ഒരു കേസ് ജസ്റ്റ് ഞാൻ പറയാം. ഫസ്റ്റ് ഇത് ടു ഡയമെൻഷണൽ, വൺ ഡി കഴിഞ്ഞാൽ സെക്കൻഡ് എന്താ? 2D ഇമേജ്. ടു ഡയമെൻഷൻ സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ ടു ഡയമെൻഷൻ സിഗ്നലിൽ ഒരു സിമ്പിൾ പ്ലെയിൻ ആയിരിക്കും അല്ലേ നമ്മുടെ ഫോട്ടോ. ഐ ആം ടേക്കിംഗ് എ ഫോട്ടോഗ്രാഫ് ഓഫ് യുവേഴ്സ്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഇമേജ് ആയിരിക്കും. ഈ ഇമേജിലെ ഓരോ പിക്സൽ വാല്യൂസിൻ്റെയും ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടു സ്പേഷ്യൽ കോർഡിനേറ്റ്സ്. ദാറ്റ് ഈസ് ദ ഇൻറ്റൻസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് is given by I equal to f of x comma y. It's a function of x and y. എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനത്തെ കേസിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ ടു ഡയമെൻഷണൽ ഇമേജ്. ഇതേപോലെ തന്നെ 3D, typical example is a video. I am taking the video of while any of you students are dancing. അപ്പോൾ എന്തുണ്ടാവും? ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേനും വാട്ട് ഇസ് മീൻ ബൈ വീഡിയോ? വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ എ സീക്വൻസ് ഓഫ് ഫ്രെയിംസ്, അല്ലെ ഫ്രെയിം ചോദിച്ചാൽ ഒരു ഇമേജ് ആയിരിക്കും. അങ്ങനത്തെ സീക്വൻസ് ഓഫ് ഫ്രെയിംസ് ആണ്. സീക്വൻസ് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അപ്പോഴത്തേനും ഒരു ടൈം കൂടി ആഡ് ചെയ്തു, ഒരു ഡയമെൻഷൻ കൂടി ആഡ് ചെയ്തു. ദിസ് ഈസ് നത്തിങ് അതർ ദാൻ ടൈം. Therefore, the intensity of that a particular video at an instant is given as a function of x comma y comma t. There are 3 dimensions. Similarly, all 4 dimension signals are 5 dimension signals are there. Like that signals are getting classified. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വൺ ഡയമെൻഷണൽ സിഗ്നൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ സിഗ്നൽ. എനിക്ക് ഒരു കാര്യം തോന്നുന്നു, നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ എനി ഡൗട്ട്. സെക്കൻഡ് വൺ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോഴത്തേനും ഇറ്റ് ഈസ് എ continuous and discrete time signal. Continuous time signal and discrete time signal. അപ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആദ്യം ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ സിഗ്നൽ വിത്ത് കണ്ടിന്യൂസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. എ സിഗ്നൽ വിത്ത് കണ്ടിന്യൂസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് കോൾഡ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ സിഗ്നൽ വാല്യൂ വാരീസ് as a continuum of time. In that case, that signal is called an analog signal. Therefore, some normally continuous time signals, almost all analog signals are continuous time signals. We have to use these signals with the same situations. We can use both of the signals, continuous analog signal. And in the case of
If the signal varies according to a continuum of time, then the signal is called an analog signal. ഇനി നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ the amplitude range of a continuous time signal or an analog signal varies from minus infinity to plus infinity. Similarly, നമ്മൾ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ the frequency range of an analog signal can be varied from minus infinity to plus infinity. On the right hand side, നിങ്ങൾക്ക് കാണാം, first is an ECG signal. The according to the independent variable, the amplitude of the sequence, first P wave, then QRS complex, then T wave, all these things are getting varied. Another one is a sine wave, next one is a square wave, this is a rectangular wave, sawtooth wave and triangle wave. All these types of signals can be classified according to this category, continuous time signals. Okay. ഇനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എ സിഗ്നൽ വിച്ച് ഈസ് ഡിഫൈൻഡ് ഇൻ ഡിസ്ക്രീറ്റ് ഇന്റർവെൽസ് ഓഫ് ടൈം ഇസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അതായത് ഒരു ഫോർ എക്സാമ്പിൾ, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക, ഒരു സ്വിച്ച്. ഈ സ്വിച്ചിന്റെ ഇൻപുട്ടിലേക്ക് ഞാനൊരു ഇൻപുട്ട് സിഗ്നൽ, ഒരു സൈൻ വേവ് അപ്ലൈ ചെയ്ത്, താഴെ സെക്കൻഡ് കാണുന്ന സൈൻ വേവ് അപ്ലൈ ചെയ്ത്, ഇനി ആം ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ദ സ്വിച്ച് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ഇപ്പൊ ഇവിടെ കാണിച്ച പൾസിന്റെ അത്രയും കൂടിയില്ല, വളരെ ഷോർട്ട് ടൈമിൽ ഈ സ്വിച്ച് ക്ലോസ് ആവും, ബാക്കി ടൈമിൽ ഇത് ഓപ്പൺ ആവും. അഗെയിൻ ദിസ് പ്രോസസ് റിപ്പീറ്റ്സ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യും, ക്ലോസ് ആവും, ഓപ്പൺ ചെയ്യും, ക്ലോസ് ആവും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്ത് പറ്റും? ആ ക്ലോസ് ആവുന്ന ഇൻസ്റ്റന്റിൽ അതേ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് സാമ്പിളിന്റെ ഇവിടെ നോക്കുമ്പോഴത്തേന് അത് കിട്ടും. അത് കഴിഞ്ഞ് ഓപ്പൺ ആക്കുമ്പോഴത്തേനും ഔട്ട്പുട്ട് വിൽ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ അഗൈൻ നമ്മൾ ഒന്നുകൂടി ക്ലോസ് ആക്കുമ്പോഴത്തേനും എന്ത് പറ്റും? ഈ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ദെർഫോർ വിൽ ബി ഗെറ്റിംഗ് ദ സിഗ്നൽ ഇൻ ഡിസ്ക്രീറ്റ് ഇന്റർവെൽസ് ഓഫ് ടൈം. ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂസ് ഇന്റർവെൽസ് ഓഫ് ടൈം. കണ്ടിന്യൂസ് ആയിട്ട് ഈ സിഗ്നൽ വേരി ചെയ്യുന്നില്ല. വി ആർ ഗെറ്റിംഗ് എ ഡിസ്ക്രീറ്റ് വാല്യൂസ്. സി ഫസ്റ്റ് സാമ്പിൾ 0, പിന്നത്തെ അടുത്ത സാമ്പിളിൽ കുറച്ചുകൂടി വന്നു, അങ്ങനെ നമ്മൾ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യും. Therefore, actually this symbol is a switch, but it is not in the original process. We are using an electronic switch compared to a മെക്കാനിക്കൽ സ്വിച്ച്. പക്ഷെ ഒരു അനലോഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് വരച്ചു എന്നുള്ളൂ. ഇപ്പൊ സാമ്പിളിംഗ് പ്രോസസ്സ് നമ്മൾ ഇതിന്റെ ഡെപ്തിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. പക്ഷെ ഫോർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് discrete time signal, I just want to show what is sampling. ഇനി ഇക്വേഷൻ നോക്കിക്കോളൂ. ഇനി ഇക്വേഷൻ നോക്കിക്കോഴ്ത്തേനും x of nts, the sampling signal is given by the continuous time signal at t equal to nts, at t equal to nts. Therefore, where ts is the sampling time, ഈ ചെറിയ ഇന്റർവെല്ലിനെയാണ് പറയുന്നത് സാമ്പിളിംഗ് ടൈം. ആൻഡ് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് പറയാം ഈ ടി എസ് ആദ്യം ഫസ്റ്റ് സീക്വൻസിൽ 0 TS, സെക്കൻഡ് കേസിൽ 1 TS, 2 TS, 3 TS ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് എന്ത് പറ്റും? ടി എസ് എല്ലാം കോമൺ ആയതുകൊണ്ട് നമ്മൾ ആ ടി എസ് അങ്ങോട്ട് പതുക്കെ എലിമിനേറ്റ് ചെയ്ത് കളയും. ആൻഡ് എ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് വി ക്യാൻ കോൾ സിംപ്ലി ആസ് എ എക്സ് ഓഫ് എൻ. അതായത് ദ n is the sample number of the signal and it is having the value 0, 1, 2, 3, 4, 5, 6, etc. Okay. Therefore, what is meant by a discrete time signal? A discrete time signal is defined as discrete intervals of time. And how can we generate a discrete time signal? A discrete time signal can be generated from a continuous time signal by periodic sampling. Okay. Next slide. It is a continuation of discrete time signal. We have already defined the properties of continuous time signal, frequency, amplitude, range ഒക്കെ പറഞ്ഞു. ഇതേപോലെ തന്നെ discrete time signalസിനുള്ള പ്രോപ്പർട്ടീസ് പറയാണ്. A discrete time signal we can represent as a sequence of numbers. നോക്കിയ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ നോക്കിയ x of n 1, minus half, 1, 1, 1, half 0. അതിന്റെ റെപ്രസെന്റേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 0 സാമ്പിൾ ഏതാണ്? 0 ഇൻസ്റ്റന്റിൽ വാല്യൂ ഹാഫ്, പിന്നെ 1, 1, അങ്ങനെ ഓരോ വാല്യൂസും നമുക്ക് ഇത്
ഒരു സീക്വൻസ് ആയിട്ട് നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസ്. Then what must be the amplitude? The amplitude of a discrete time signal is ranges from minus infinity to plus infinity. It is similar to that of a continuous time signal. ഇപ്പോൾ രണ്ട് കേസിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഏത് റേഞ്ചിലാണ് ഉണ്ടാവുക? -½ തുടങ്ങി +½ വരെയുള്ള ഏത് വാല്യൂവിൽ വേണമെങ്കിലും ആവാം. ഇനി ഫ്രീക്വൻസിയോ? കണ്ടിന്യൂസ് ടൈം സിഗ്നലിന് നമ്മൾ ഓൾറെഡി കണ്ടു, ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് -∞ ടു +∞. പക്ഷെ ഫ്രീക്വൻസി റേഞ്ചിന് ഒരു വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് -½ ടു +½ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് റേഞ്ചസ് ഫ്രം -½ ടു +½ ഇൻ ലീനിയർ സ്കെയിൽ ആൻഡ് -π ടു +π ഇൻ ആംഗുലർ സ്കെയിൽ. ഇവിടെ നോക്കുക, ഇത് എങ്ങനെയാ വരുന്നതെന്ന്. അപ്പോൾ ഇനി ഇത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഈ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ വെർ ആംപ്ലിറ്റ്യൂഡ് ഓൾസോ ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ. പിന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ബിറ്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണേ. കുറെ ഡാറ്റയൊക്കെ ബിറ്റ്സ് ആയിട്ട് ബൈനറി വാല്യൂസ് ആയിട്ടൊക്കെയാണ്. ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി 2 വാല്യൂസ് 0 and 1. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫിഗർ എന്ന് വെച്ചാൽ കുറച്ച് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന്റെ ഇത് ഫസ്റ്റ് യൂണിറ്റ് ഇമ്പൾസ്, അനദർ വൺ ഈസ് എ യൂണിറ്റ് സ്റ്റെപ്പ് ഈസ് ഷിഫ്റ്റഡ്, ദെൻ തേർഡ് വൺ ഈസ് എ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ, ദെൻ 2 എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് ഇൻ ഡിസ്ക്രീറ്റ് ഫോം. ഓക്കെ, ഇനി നമുക്ക് ഈ ഹാഫ് എങ്ങനെ കിട്ടിയെന്നുള്ളത് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അത് വളരെ നന്നായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നുണ്ട്. അതാ പറയുന്നത് ഹാഫ് എങ്ങനെ കിട്ടിയെന്ന്. അടുത്ത്, വൈ ദ ഡിജിറ്റൽ ഫ്രീക്വൻസി ഈസ് റേഞ്ചസ് ബിറ്റ്വീൻ -½ ആൻഡ് +½ ഇങ്ങനെയാണ്. ഇനി അത് പറയുമ്പോഴത്തേനും ഞാൻ ഒരു കാര്യം പറയാം. ഈ യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ ഫ്രീക്വൻസി ഈസ് സൈക്കിൾസ് പെർ സാമ്പിൾ. സൈക്കിൾസ് പെർ സാമ്പിൾ. വാട്ട് അബൌട്ട് അനലോഗ് ഫ്രീക്വൻസി? അനലോഗ് ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്താണ്? സൈക്കിൾസ് പെർ സെക്കൻഡ്. In the case of digital frequency, the unit is cycles per sample. In a single cycle, how many samples are there? ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കുക. ഇതിൽ ദിസ് എ സൈൻ വേവ് വിത്ത് എ ടൈം പീരീഡ് ഓഫ് TM. ഇനി അതിൽ നിന്ന് 2 സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു റെഡ് കളർ വെച്ച് 2 സാമ്പിൾ. അതിന്റെ ഫസ്റ്റ് പീക്കിലും സെക്കൻഡ് പീക്കിലും. വളരെ പിസ്കനായിട്ടുള്ള ഒരാളാണ് ഇത് സാമ്പിൾ ചെയ്യുന്ന ഓർക്കുക. ഏറ്റവും പൈസ ചിലവാക്കാൻ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഇത് സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ അയാൾ പറയണ, എനിക്കിത് മതി, ഒരു പോസിറ്റീവ് സാമ്പിളിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സാമ്പിളും നെഗറ്റീവിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സാമ്പിളും മതി, അത്രയും എനിക്ക് കപ്പാസിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ സാമ്പിൾ ചെയ്യാണ്. അങ്ങനെ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്ത് പറ്റും? നമ്മുടെ ടോട്ടൽ ടൈം പീരീഡ് ഓഫ് ദ സിഗ്നൽ TM ഈക്വൽ ടു 2 times ദ സാമ്പിളിംഗ് ടൈം. സാമ്പിൾസ് തമ്മിലുള്ള ടൈമിന്റെ ഡിഫറൻസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, TS. Therefore TM ഈക്വൽ ടു 2TS. ഇനി വാട്ട് ഈസ് the relation between that is the beauty of signal processing. The time is inversely proportional to frequency and frequency is inversely proportional to time. Therefore this can be written as 1 divided by fm equal to 2 divided by fs. Therefore fs equal to 2fm. What is fs? Fs is sampling time equal to 2fm. Therefore at the minimum we must have a sampling frequency of fs equal to twice of the highest signal in the sinusoid or in the combination signals. For example, if it is a complex signal, find the highest frequency, then the twice of that must be the sampling frequency required. ഇനി ഈ ഹാഫ് ഇനി ഇപ്പൊ ഈ തീരത്തിന്റെ പേരാണെന്ത്? നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ. അതിൽ പറയുന്നത് വെച്ചാൽ എഫ്എസ് ഈക്വൽ ടു എന്നല്ല പറയുന്നത്, എഫ്എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm. എഫ്എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുവരെ പഠിച്ചതൊക്കെ എഫ്എസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fm അത് പഠിച്ചു വെച്ചു. വൈ നോട്ട് 3? വൈ നോട്ട് 4? വൈ നോട്ട് 1.5? വൈ നോട്ട് 1? This question has to be arised from you.
ഇത് എല്ലാവർക്കും അറിയത്തില്ല. അപ്പോൾ ഇതിന്റെ റീസൺ ഇനി നിങ്ങൾ കൃത്യമായിട്ട് പറയുമല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ സാമ്പിൾ ചെയ്യുമ്പോഴത്തേനും നമ്മൾ 2 സാമ്പിളാണ്. അപ്പോൾ ഡിജിറ്റൽ ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്താണ്, അല്ലെങ്കിൽ യൂണിറ്റ് എന്താണ്, സൈക്കിൾസ് പെർ സാമ്പിൾ ആണ്. therefore 1/2. ഇനി ഞാൻ 3 ആക്കി, 4 ആക്കി, 5 ആക്കി, 6 ആക്കി, ഇതെല്ലാം ആക്കി കഴിഞ്ഞ് 1000 ആക്കി, 10,000 ആക്കി, 1 lakh ആക്കി, എല്ലാ വാല്യൂ ആക്കി കഴിഞ്ഞാലും എന്താ വ്യത്യാസം ഉണ്ടാവോ? ഈ ഹാഫിനേക്കാൾ എല്ലാം കുറവായിരിക്കും അല്ലേ. 1/3 ഈസ് ലെസ് ദാൻ ഹാഫ്, 1/10,000 is less than half, 1/1 lakh is less than half. Therefore, what is the highest digital frequency? Highest digital frequency is half. Okay, this is very important thing. നിങ്ങൾ ഏത് ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും ഏത് ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും ഈ ഫണ്ടമെന്റൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. The digital frequency ranges from -half to +half in the linear scale, and in the angular scale it is ranges from -π to +π. എങ്ങനെ കിട്ടുന്നത്? ഈ -halfനെ 2π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, +halfനെ 2π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് -π to +π കിട്ടും. ഇനി FS = 2FM ആണെന്നുള്ള കാര്യത്തിൽ ഇത് നിങ്ങൾ എവിടെയാണെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ ഇങ്ങനെ സാമ്പിളിംഗ് ഒക്കെ പറഞ്ഞു പോകുമ്പോഴത്തേനും കൃത്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റിയൊരു കാര്യമാണ് ഇത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഞാൻ 1-2 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മസ്റ്റ് ബി ദ മിനിമം സാമ്പിളിംഗ് റേറ്റ് റിക്വയർഡ് ഫോർ ആൻ ഓഡിയോ സിസ്റ്റം ദാറ്റ് കവർ ദ ഹോൾ ഓഡിയോ റേഞ്ച്? അതായത് ഒരു ഓഡിയോ റേഞ്ച് മൊത്തമായിട്ട് കവർ ചെയ്യുന്ന ഒരു ഓഡിയോ സിസ്റ്റം ഞാൻ ഉണ്ടാക്കി, എന്തെങ്കിലും ആവട്ടെ, ഒരു ഹോം തിയേറ്റർ ആണോ, അല്ലെങ്കിൽ ഞാനൊരു മ്യൂസിക് ചെയ്യാണ്, ഒരു മ്യൂസിക് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മ്യൂസീഷ്യൻ്റെ ഈ ഓഡിയോ റേഞ്ചിന് അപ്പുറത്തുള്ള ഫ്രീക്വൻസികൾ വരെ ഉണ്ടാവും. കാരണം അതേപോലത്തെ മ്യൂസിക്കുകൾ ഇപ്പോൾ ഇറങ്ങുന്നത് അല്ലേ, ഒരു ലൈസൻസ് ഇല്ലാത്ത മ്യൂസിക് പോലും ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഒരു റീസണബിൾ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഓഡിയോ സിസ്റ്റം ഞാൻ സാമ്പിൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളെ ആ റേഞ്ച് എങ്ങനെയായിരിക്കും? വാട്ട് മസ്റ്റ് ബി ദ റേഞ്ച് ഓഫ് ഓഡിയോ സിഗ്നൽ? ഇറ്റ് റേഞ്ചസ് ഫ്രം 20 Hz to 20 kHz. വാട്ട് ഈസ് ദ മാക്സിമം ഫ്രീക്വൻസി? 20 kHz. അങ്ങനെയാണെങ്കിൽ മിനിമം എത്ര വേണം? 20 into 2 equal to 20 into 2 equal to 40 kHz. അപ്പോൾ 40 kHz ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യു വാണ്ട് ടു റെക്കോർഡ് യുവർ സോങ് വിത്തൗട്ട് എനി ഇൻസ്ട്രുമെന്റ്, വാട്ട് മസ്റ്റ് ബി ദ മിനിമം സാമ്പിളിംഗ് റേറ്റ് റിക്വയർഡ്? നിങ്ങളൊരു പാട്ട് പാടി, നല്ല ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പാട്ട് പാടിയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എത്ര സാമ്പിളിംഗ് റേറ്റ് എത്ര എടുക്കുന്നു, ഇതിൽ ഏതെങ്കിലുമാണ് എടുക്കുന്നത് നോക്കുക. അപ്പോൾ 40 Hz തന്നിട്ടുണ്ട്, 400 kHz തന്നിട്ടുണ്ട്, 8K തന്നിട്ടുണ്ട്, 40 Hz തന്നിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ റേഞ്ച് നമ്മൾ പറഞ്ഞു 20 Hz to 20 kHz ആണ്. ഇതിൽ നമ്മുടെ ഈ ടെലിഫോൺ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ്റെ വോയിസിൻ്റെ മാക്സിമം വരുന്നത് 3.4 ആണ്. നോർമലി ഇറ്റ് വിൽ ബി റൗണ്ടഡ് ടു 4 kHz ആയിരിക്കും. നിങ്ങൾ ഏത് ഓഡിയോ സോഫ്റ്റ്വെയർ എടുത്തോ, MP3 സോഫ്റ്റ്വെയർ, റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ എടുത്തോ, ഓഡിയോ ഏത് ആപ്പ് എടുത്ത് നോക്കിയോ അവിടെ 2 ഫ്രീക്വൻസി കോമ്പോണൻസ് കാണാം. ഒന്ന് 8 സാമ്പിളിംഗ് റേറ്റ്, ഒന്ന് 8000 Hz അല്ലെങ്കിൽ 44.41 kHz. ഈ 8K ആണെങ്കിൽ ഒബ്വിയസ്ലി ദ സിഗ്നൽ ഈസ് എ മോണോട്ടോണിക് സ്പീച്ച് സിഗ്നൽ. ഇനി 44.1 വരുന്നത് നമ്മൾ സ്റ്റീരിയോ സിഗ്നൽസ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വരുന്നതാണ്. അപ്പോൾ 4 kHz ആണെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് എത്ര വേണം? 8. Therefore, here the answer is 8. Okay. Next, a music signal is represented by m of t equal to 5 sin 3140t plus 10 sin 6800t plus 10 cos 15070t. What must be the minimum sampling frequency? ഇവിടെ 3 സിഗ്നലിന്റെ ഒരു കോമ്പോസിറ്റ് ആണ് നമ്മളോട് പറയുന്നത്. ആദ്യത്തെ ഒമേഗ 3140, മറ്റേന്റെ 6800, അടുത്തത് 1570. ഒക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കോമ്പോണന്റ് സെപ്പറേറ്റ് എടുത്തിട്ട്
2 pi f equal to 3140. പൈക്ക് 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് കാൽക്കുലേറ്റ് ചെയ്യുക, അടുത്തത് എഫ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി എത്രയാണെന്ന് എടുക്കുക, അതിൻ്റെ ചോയ്സ് എടുക്കുക. ഇതിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് നമുക്ക് എത്രയാണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് 10 kilohertz, 5 kilohertz ആണ്. Therefore, we can take 10 kilohertz. Okay, that is the choice of the 5 kilohertz. ഇനി അടുത്തത് ദ യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ ഫ്രീക്വൻസി. ഞാൻ ഡെഫിനിഷനിൽ പറഞ്ഞൊരു കാര്യമാണ്. സാമ്പിൾസ് പെർ സെക്കൻഡ്, സൈക്കിൾസ് പെർ സാമ്പിൾസ്, സെക്കൻഡ്സ് നൺ ഓഫ് ദ എബോവ്. Therefore, what must be the unit of digital frequency? It is nothing but cycles per sample. ഒരു സൈക്കിളിൽ എത്ര സാമ്പിൾ ഉണ്ട്? ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ സാമ്പിൾ ചെയ്യാന്ന് വെച്ചാൽ ഒരു സൈക്കിളിൽ എത്ര സാമ്പിളാ? 2 സാമ്പിൾ. അതുകൊണ്ടാണ് ഡിജിറ്റൽ ഫ്രീക്വൻസിയുടെ ഹയസ്റ്റ് ഫ്രീക്വൻസി റേഞ്ചസ് എഫ് ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം PSC അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക്, ഇലക്ട്രോണിക്സ് ഡിസിപ്ലിനിലെ അസിസ്റ്റന്റ് പ്രൊഫസറിലേക്കുള്ള കോൾ ഫോർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമി വളരെ നല്ലൊരു കോഴ്സാണ് ഓഫർ ചെയ്യുന്നത്. അതിൽ നമുക്ക് സബ്ജക്റ്റിൻ്റെ ഫണ്ടമെന്റൽസിന് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല ഡെപ്തിൽ ഗേറ്റ് ലെവലും മറ്റേ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ സോൾവിങ്ങും അതിൻ്റെ തിയറിയും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് മെൻറ്ററിങ്, നല്ല രീതിയിലുള്ള മെൻറ്ററിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ഇപ്പോഴത്തെ കാലത്ത് അത് കോമ്പറ്റീഷൻ നല്ലൊരു കോഴ്സിന് ചേർന്ന് ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാലേ ലിസ്റ്റിലെത്താൻ പറ്റുള്ളൂ. കാരണം അത്രയും കുറച്ച് വേക്കൻസീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്രയും കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. അപ്പോൾ മാക്സിമം വർക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിക്കണ രീതിയിൽ പോയാൽ മാത്രമേ ഇതിലേക്ക് നമുക്കൊരു വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ഇനി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യുക. താങ്ക് യു.